ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത. അപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഇപ്പോൾ എല്ലാ സെമസ്റ്ററും 6 സെമസ്റ്റർ റിസൾട്ട് വന്നു. 6 സെമസ്റ്ററും പാസ്സായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് ഒരു ഗ്രാജുവേഷൻ സെറമണി അഥവാ കോൺവെക്കേഷന് സംഘടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം 2021-22 അഥവാ 2021 അഡ്മിഷൻ എടുത്തിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് കോളേജുകളിലോ അതേപോലെ SDA പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴിയോ വിവിധ UG കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്തതും 2024 അഥവാ ഈ ഒരു സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചതുമായ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ബിരുദദാന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ പങ്കെടുക്കുന്നതിന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള ലിങ്ക് ഇന്ന് മുതൽ 31/5/2024 വരെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവിധ UG കോഴ്സുകളിൽ 2021 അഡ്മിഷൻ എടുക്കുകയും 2024 കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചതുമായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു ചടങ്ങിൽ രജിസ്ട്രേഷൻ അർഹതയുള്ളൂ. പിന്നെ അതേപോലെ ഈ നിലവിൽ ഈ റിവാലുവേഷൻ അപേക്ഷിച്ചിട്ടുള്ള ഫലം കാത്തു നിൽക്കുന്ന കുട്ടികളും കൂടാതെ ഈ മൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി റിവാലുവേഷന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രസ്തുത ചടങ്ങിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ കൂടാതെ ഇനി വരുന്ന പരീക്ഷകളിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഏതെങ്കിലും വിഭാഗത്തിൽ ഗ്രേസ് മാർക്ക് ചേർക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളും ഈ ചടങ്ങിൽ രജിസ്ട്രേഷൻ നടത്തുവാൻ പാടുള്ളതല്ല. അപ്പോൾ റിവാലുവേഷൻ കൊടുത്ത കുട്ടികൾ, അതിൻ്റെ റിസൾട്ട് വരാത്ത കുട്ടികളും റിവാലുവേഷന് ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളും ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളും ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റുകൾ ഉടനടി തയ്യാറാക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിവിധ സംവിധാനത്തിൽ വളരെ വേഗത്തിൽ തയ്യാറാക്കി നൽകുന്നതിനാൽ പ്രസ്തുത സേവനത്തിന് വിദ്യാർത്ഥികൾ 2000 രൂപ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു ഫീസ് ഉണ്ട്. കോൺവെക്കേഷന് പങ്കെടുക്കുമ്പോൾ അതിനൊരു ഫീസ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി ലഭ്യമായിട്ടുള്ള ലിങ്ക് വഴി http://uoc.ac.in ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ പോവുക. അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ സെറമണിയിൽ പോയി കഴിഞ്ഞാൽ യഥാസമയം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. 31/5/2024 അഥവാ ഈ വരുന്ന 31 അതിന് ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തീകരിച്ച ശേഷം ലഭ്യമായിട്ടുള്ള ഫോർമാറ്റിൽ പകർപ്പ് യൂണിവേഴ്സിറ്റിക്ക് അയക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ മതി. അപ്പോൾ തീയതി 2024 ജൂൺ അവസാന വാരമാണ്. സ്ഥലം 5 കേന്ദ്രങ്ങളിലായിട്ടാണ് നടന്നത്. അപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽപ്പെടുന്ന പരമാവധി 5 കേന്ദ്രങ്ങളിൽ വെച്ചിട്ടാവും നടത്തപ്പെടുക. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറൊക്കെ നേരിട്ടിട്ട് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ചടങ്ങിൻ്റെ തീയതി, സ്ഥലം, സമയം എന്നിവ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് SMS വഴിയോ ഇമെയിൽ വഴിയോ ലഭിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കോൺവെക്കേഷന് പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എന്തായാലും ഇത് രജിസ്ട്രേഷൻ ചെയ്യാം.